എന്നോട് ക്ഷമിക്കണം. ഞാൻ നോക്കിയപ്പോഴേ ആ പുല്ലുമീന്ന് എറിയണ നല്ല ഭംഗിയുണ്ടായി. ആ പയ്യ എറിഞ്ഞാൽ നല്ലൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞായിരുന്നാ, പക്ഷെ പാവം വീണുപോയി. വലിയ വല്ല പറ്റിയാ? ആ ഇതൊക്കെ എന്ത് സുരേന്ദ്രജിക്ക് ഇതൊക്കെ വെറും വല്ലവന് പുല്ലുമായതെന്ന് പറഞ്ഞാൽ എന്നാലും അക്രമമായി പോയി. എങ്ങനെയുണ്ടാ വീണത്? വീണതാണോ സാഷ്ടാംഗം പ്രണാമിച്ചതാണോ? പോയത് കാലങ്ങോട്ട് കുഴിയിലേക്ക് പോയില്ലേ? കുഴിയല്ലേ? അയ്യോ ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പ്രോഗ്രാം ഫിഷിംഗ് ആണ്. വീട്ടിൽ കിടന്നുറങ്ങി എന്നെ വിളിച്ചുകൊണ്ട് വലിയച്ഛൻ നേരെ കോലക്കാട്ട് കടവിലേക്ക് വന്നേക്കാണ്. ഒരു 2 മണിക്കൂർ മീൻ കിട്ടണമെങ്കിൽ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ, ഇല്ലെങ്കിൽ ഈ വെയിലത്ത് അസൽ ബോറടിയാണ്. നമുക്ക് നോക്കാം. പിന്നെ വലിയച്ഛനവിടെ മീനുകൾക്കുള്ള തീറ്റയൊക്കെ കൊടുക്കാൻ പോവാണ്. സുരേന്ദ്രജി എവിടെയാ? എവിടെ വീശണേ? നടുക്കോട്ട് ഞാൻ മുങ്ങിപ്പോവില്ലോ. നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ, ചൂണ്ടിടാൻ പോലും മര്യാദക്ക് അറിയില്ല. ഞങ്ങളുടെ ഇന്നത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം കണ്ട കറക്കിയെറിയണ പോലെ വെച്ച് ഞങ്ങൾ ഈ പെരിയാറിലൊരു കറക്കിയെറിയലുണ്ട്. മീൻ തീറ്റയെ കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് വന്നതാണ്. വെള്ളിച്ചം വന്നു കഴിഞ്ഞാൽ മീനുകൾക്കൊക്കെ പേടിയാണ്. കാരണം ഞങ്ങൾ കുറച്ച് മീനെ പിടിച്ചോണ്ടാ പോകുള്ളൂ. അപ്പം അത് കൊണ്ട് മീനുകളൊക്കെ ഇപ്പം പയ്യൊന്ന് പേടി തട്ടിയിട്ടുണ്ട് ഉള്ളിൽ. തീറ്റിട്ട് കൊടുത്താ? ഒരേറിയിൽ ഞാൻ കറക്കി എറിയൂട്ടാ. എന്നെ ഒന്ന് പഠിപ്പിക്കണം കേട്ടോ. ഓക്കെ? എവിടെ? ആ അവിടെ നിന്ന് ഇന്നലെ 5-6 വരലിട്ട് ഇതിലാണ്ട് ഇറങ്ങി അങ്ങോട്ട് പോവാം. പിന്നെ കൂടെ ചോദിക്കാം. സോപ്പൊട്ടി ഇവിടെ ഇരിക്കട്ടെ. സോപ്പൊട്ടിയിലെ തണലത്തുണ്ട് നോക്കിയായിരുന്നല്ലോ. ഞങ്ങളുടെ ആദ്യത്തെ വീശലാണ് ഗൈസ്. എന്തിട്ട് കിട്ടിയാണെങ്കിൽ നമുക്ക് നോക്കാം. പരലാണ് കൂടുതലും. ഞങ്ങൾക്കും പരലിനെ തന്നെയാണ് ഇഷ്ടം. നോക്കട്ടെ കേട്ടോ. എൻ്റെ തണുപ്പുണ്ടല്ലോ. ഒരു പരലുള്ളൂ കേസ്. കേസ് ഒരു കുഞ്ഞി പരലുള്ളൂ കേസ്. ഉച്ചയ്ക്ക് വറുത്ത് കഴിക്കും. ഞാനാണെന്ന് വലിയച്ഛൻ്റെ സഹായി. കോടനാട് മലയാറ്റൂർ പാലം ഉണ്ടത്. ഈ വഴിയൊക്കെ വലിയച്ഛൻ പോകാറുള്ളതാണോ? അരവരെ നനയൂലേ? അപ്പം നിക്കറിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്തോന്ന് തടിയില്ലേ? ഒരു വലിയ തടിയാണല്ലോ. നരനാ മാറുന്നു. വലിയ തടിയാ.
നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ? ആദ്യം മീനുകൾക്ക് ഇതിരി തീറ്റിട്ട് കൊടുക്കും. അല്ല, മീനുകൾ തീറ്റിട്ട് കൊടുക്കുമ്പോൾ മീനുകൾ ഓടി വരും. അപ്പോൾ ഞങ്ങൾ വല അതിൻ്റെ മുകളിൽ കൂടി എറിയും. അപ്പോൾ മീനുകളെല്ലാം ഞങ്ങളുടെ വലയിൽ. അതിനുശേഷം വീട്ടിൽ ചെന്ന് ആളടിപൊളി ഒരു കുക്കാണ്. അടിപൊളിയായിട്ട് മീൻ കറിയും വയ്ക്കും, മീൻ മറക്കുകയും ചെയ്യും. എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ചോറുണ്ണുക, മീൻ കറിയും കൂട്ടി. ഇല്ലേ കാണാൻ കേട്ടോ മലയാറ്റൂർ താഴ്ത്തപ്പള്ളി. ആഹാ, വെയിലുണ്ടെങ്കിലും വലിയ ചൂടില്ല അല്ലേ? പക്ഷെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ നല്ല ചൂടായിരുന്നു. ഇത് പറവൂരിന്നുള്ളതാണോ? ഇത് എത്ര രൂപയാ? 7,000 രൂപയോ? പറവൂരിന്നല്ലേ മേടിച്ചേ? ഹരീഷ് വന്നിണ്ടായാ? അതെ, ഹരീഷ്. ഇത് അമ്പാടിനെ കൊണ്ട് മേടിപ്പിച്ചതാ. യുവരാജിനെ കൊണ്ട്. ഹരീഷ് മറ്റൊരു പിടുത്തത്തിൽ വിദഗ്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. പുള്ളിയും ഭയങ്കരമായിട്ട് മീൻ പിടിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇവരുടെ മെയിൻ ഹോബിയാണ് മീൻ പിടുത്തം. കടയിൽ അവിടെ 12 കട ഉള്ളാതെ അമ്പലം ഉണ്ടല്ലോ, മൂകാംബിക അമ്പലമാണോ? അമ്പലം. ആ വളവില് അതിൽ കുറച്ച് 2 കടയുണ്ട്. ഒരു കട പൂട്ടിട്ട് അവരുടെ വീട്ടിലിപ്പോ കച്ചവടം ചെയ്യണം. പതുക്കെ വരാവും. വെള്ളത്തിന്റെ അനക്കൊന്നും കേട്ടാൻ പാടില്ല. ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിൽക്കാം. ഈ അതിരാവിലെയൊക്കെ വന്ന എങ്ങനെ ഉണ്ടാവും? ഒരു 10 മണിയാകുമ്പോഴേക്കും. 10 മണിയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, ഒരു 6 മണി 7 മണി റേഞ്ചില്. അതെയോ? പിന്നെ അല്ലെങ്കിൽ രാത്രി വല്ലോ അല്ലേ? രാത്രി വരാറുണ്ടോ സുധിയൊക്കെ കൂടി? പണ്ട് അതിരപ്പള്ളിയിൽ പോയി വീശിയില്ലേ? എന്നിട്ട് അവിടെ തങ്ങുവന്ന് നമ്മൾ പ്ലാന്റേഷനിൽ നിന്ന് 15-ാം ബ്ലോക്ക് വഴി പോവോ? അത് കാട്ടിവിടിയുള്ള വഴിയല്ലേ? നീട്ടി എറി പാപ്പാ, അല്ല വെല്ലിച്ച. ഇവിടെ ഇത്രയും വലിയൊരു കുഴി ഉണ്ടായില്ലേ? നമ്മുടെ പണ്ട് കടത്ത് പോണത് ഈ വഞ്ചിപ്പാട് വഴിയാണോ? അതായത് പണ്ട് മലയാറ്റൂർ പാലം ഉണ്ടായില്ലോ, അവിടെ നിന്നാണല്ലേ? ഞാൻ പണ്ട് പോയിണ്ട്. ഒരു ചാലുണ്ടായി പോവാനായിട്ട്.
ഇത് വലിയ കുഴിയാണല്ലോ അത്യാവശ്യം. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ രാത്രി വീശാലും എന്തെങ്കിലും കിട്ടുള്ളൂ. പകലല്ല, നീ കലക്കൽ വേണം. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയി പോയി വെള്ളം. എന്തി ഒരു കല്ലിന് തടഞ്ഞു. അപ്പുറത്ത് വെള്ളം കൊള്ളല്ല. കൊമ്പും പോലൊക്കെ പിന്നെ എങ്ങനെയാണ് കാണാൻ. കൊമ്പനെ പ്രതീക്ഷിച്ച ഞങ്ങൾക്ക് കിട്ടിയത് കൊമ്പാണ് കേസ്. അയ്യോ, കൊമ്പെങ്കി കൊമ്പ്, വിറക് കത്തിക്കാം. ഇതിലൊക്കെ മീനുണ്ടെങ്കിൽ അതിലെ ഊരി പോകില്ല. ആ, ഇങ്ങനെ തടയുമ്പോ അല്ലേ ട്രാപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ കുഴിയിലൊന്നും ഈ കൊമ്പ് കിടക്കണതാന്നേ. പുഴയുടെ മധ്യഭാഗത്ത് എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. ഇതുവരെ കാര്യമായി പോളിംഗ് ഒന്നും നടന്നിട്ടില്ല. വീണ്ടും ഞങ്ങൾ ഇച്ചിരി മീന് ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെ പിടിക്കാനുള്ള ടെക്നിക്കാണ് നോക്കണേ. പക്ഷേ വെയിലിൻ്റെ ആണ് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയതൊന്നാണെന്നറിയില്ല, കാര്യമായി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഗൈസ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ ആകെയുള്ള പ്രതീക്ഷ ഇതവിടെ കണ്ട ആ കടവിലുള്ളൊരു കുളിയാണ്. പിന്നെ ഇന്നലെ പിടിച്ച മീൻ വീട്ടിൽ കറിയാക്കി വെച്ചോണ്ട് വലിയ ഞാൻ അതും കഴിച്ചുകൊണ്ടാണ് വന്നത്. സോ എനിക്ക് വിഷയങ്ങളൊന്നുമില്ല. പാവം അവിടെ മീനുകൾക്ക് ഭക്ഷണം കണ്ടില്ല. അന്നദാന പ്രഭു, അന്നദാനത്തിന് ശേഷം മീനുകൾ ഞങ്ങളെയും സഹായിക്കും. അവരും അന്നദാനം പോലെ ഞങ്ങളുടെ വലകളിലേക്ക് വന്ന് ഞങ്ങൾക്ക് അന്നദാനമാവും. സൈക്കിൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അക്കരയായില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് നടന്ന് പോവാം അവിടം വരെ. നടന്നു പോകാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏറെക്കുറെ പാൻറ്റ് നനഞ്ഞു, ഇവിടം വരെ നനഞ്ഞു. നിങ്ങൾ ആ പ്ലാന്റേഷനിലെ തോട്ടിൽ പോയായിരുന്നെങ്കിൽ കുറച്ച് മീൻ പിടിക്കാറുന്നല്ലോ. എന്തേ കണ്ടവൻ ആനയായോ? പിന്നെ ആന, പുലി, കടുവ, ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെയാലും പോയിട്ട് രക്ഷപ്പെടാം. പുലി വന്നാലോ രക്ഷപ്പെടേണ്ട, പുലി രക്ഷപ്പെടുത്തിക്കോളും. ചൂണ്ടിട്ടാണായിരിക്കും ആൾക്കാര് നോക്കണേ. ഇപ്പൊ വെയിലിന് ചൂടുണ്ട് കേട്ടാ, ഇല്ലേ? അവിടെ വെയിലിന് ചൂടുണ്ടായില്ല. ഇവിടെ നിന്നാ ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് കാലവും കടന്നു പോയി. നീട്ടി എറി വലിച്ചാ ഇതിന് നമുക്കൊരു ചാകര വാരണം. ഇത്തിരി പാടുണ്ട്. അത് നമ്മൾ ആ കുമ്പളങ്ങി നൈറ്റ്സിൽ കണ്ടിട്ടില്ല സിനിമയിൽ, എറിയാൻ പഠിപ്പിക്കുന്നത്. കൈമുട്ടിലേക്കൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് മര്യാദക്കാക്കി ഞാൻ എറിയണം എന്നുള്ളൊരു മോഹം ഉപേക്ഷിച്ചു. കാരണം അത് ഇത്തിരി പണിയാണ്. പിന്നീട് ഒരു ദിവസം ട്രൈ ചെയ്യാം. ഹരീഷൊക്കെ വരട്ടെ. ഹരീഷ് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്, കസിനാണ്. പുള്ളിയൊക്കെ ഇതിനകത്ത് എക്സ്പേർട്സാണ്. മീൻ പിടിക്കാൻ, കാട്ടിൽ തേനെടുക്കാൻ പോകാൻ
അതിനുള്ള എന്ത് കാര്യം പുള്ളി പിടിച്ചോളൂ. ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, പഠിപ്പിക്കാൻ വേണ്ട. അങ്ങനെയൊക്കെ ആക്കി 2ആയിട്ടോ 3ആയിട്ടോ അങ്ങോട്ട് മാടി എന്നിട്ടെറിഞ്ഞാലാണ് ശരിക്കും വിടർന്ന് ഒരു എന്താ പറയണേ, ഒരു ഭംഗിയായിട്ട് അങ്ങനെ വീഴുള്ളൂ. മീനുകളെ ട്രാപ്പാക്കണമെങ്കിൽ അങ്ങനെ വീഴണം. എറിയണൊക്കെ ഉണ്ടോ നമ്മുടെ വലിയ സുരേന്ദ്രജി, കമോൺ. ആളുള്ളടത്തു നിന്ന് എങ്ങനെ എറിയണേ? ഓക്കെ, റെഡിയായി. യെസ്, യാ. ഇതിലെന്തെങ്കിലും ഉണ്ടെന്ന് പറയാം. ഉണ്ടെങ്കിൽ കൊണ്ടുവരും. കാരണം മീനിടാനുള്ള സഞ്ചി എന്തെങ്കിലും അടിച്ചാണ്. അത് ഇത്രയും തെളിഞ്ഞ് കിണാറാണല്ലോ. ഒന്നുമില്ലേ? പറയണേ ഉണ്ടെങ്കിൽ പറയും. പറയും. ഒന്നുമില്ല, ഒന്നുമില്ല. വരവ് കണ്ടിട്ട് ഇല്ല ഗൈസ്. ഒരു പരലുമില്ല എന്നാണ് പറയുന്നത്. യെസ് ഗൈസ്, ഞങ്ങൾക്കങ്ങനെ നീണ്ട കാലത്തെ പ്രയത്നത്തിന് ശേഷം ഒരു കുഴിയൂത്തീനെ കിട്ടിയിരിക്കുകയാണ്. ആകെ വരണോ? കൂട്ടായിട്ടല്ലേ ഇത് വരാറ്? കൂട്ടായിട്ടൊക്കെ നിൽക്കാറ് എന്താണോ പിണങ്ങി എവിടെ നിന്നെങ്കിലും പോന്നായിരിക്കും. മൂന്നാല് ജനം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസോർമില്ല കാണാൻ. അത് നല്ല സ്പോട്ടാണത്. ഏതാ കയറുന്ന സ്ഥലം അല്ലേ? അവിടെ തേറും നന്നായി. കറക്റ്റേ പേടിയാ. ഇതൊന്ന് കാണിക്കോ ഈ കവറ്? ഇതിന് പേടിക്കുന്നു. ചുമ്മാ പേടി. മീനെ പിടിക്കാൻ ചില മീൻ ഡേഞ്ചർ മീനുകളുണ്ടല്ലോ, തിന്നാൻ പേടിയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ വേറെ ഒന്നും കിട്ടിയില്ല. തെന്നിപ്പോയി എല്ലാം പോക്കും. വീട്ടിൽ പോവും, പറ്റിലും പോക്കെ പോകും. എലിഫിന് അത്ര സ്ഥലത്ത് വീശാൻ പോയാണ്. ഞാൻ ഈ കിട്ടിയ മീനും സേഫാണ്. അവിടെ വീശാൻ പോയാണ്. അത് വീശി കഴിയുമ്പോൾ ഇവിടെ നല്ല വെള്ളാരം കല്ലുകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇത് മണലായി പോയി. അപ്പുറത്ത് വെള്ളാരം കല്ലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് വീശി വലിയ എന്തിട്ട് നോക്കാനാണ് നമുക്ക്. ശരിയാക്കിയിട്ട് വേണം വീശാൻ. അതാണ് വീശല്ലേട്ടാ. ഞാൻ ഈ ഭൂപ്രകൃതി ഒന്ന് ഒപ്പിയെടുത്തോട്ടെ. ഇവ വീണ്ടും വെളിച്ചം തന്നെ വരുമ്പോൾ അങ്ങോട്ട് വീശണം. അതാട്ടെ, അങ്ങോട്ട് വീശി വലിക്കാ. നീട്ടെറിഞ്ഞോ? ഇതിന് നമുക്കൊരു 3 കുഴിയൂത്തിയും 2 പരലും കിട്ടിയിരിക്കും. ഹോയ്, അത് കുഴപ്പമില്ല. അവിടെ എന്തായാലും ഉണ്ടാവും. നമുക്ക് ആ വല വലിക്കുമ്പോഴേക്കും അവിടെ ചെല്ലാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, മറ്റേ ഇത് കാണിച്ചു തരാം. എന്നിട്ടെന്ന് പറയണം വെള്ളാരം കല്ല് കാണിച്ചു തരാം. ഇവിടെയാണ് വെള്ളാരം കല്ലുകളിൽ ശരിയാണ്. ഇത് നമുക്ക് കാണിച്ചല്ലാം. കണ്ടോ? ആഹാ, എന്നെ സൂപ്പറുള്ള ഒന്നുമില്ലേ? അവിടെ ഒന്നുമില്ല കേസ്. അപ്പോൾ ഈ വെള്ളാരങ്ങളിൽ തന്നെ കാണിച്ചു തരാം. വേണ്ട,
അടിപൊളി ഷേപ്പായാലും കുറേ ഉണ്ട്. ഇതേ അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ കല്ലുണ്ടോ. എന്ത് ഭംഗിയെ പറഞ്ഞാൽ പുഴയിൽ കുറച്ചുകൂടെ മുങ്ങി കിടക്കാൻ നല്ല രസം. വെറുതെ ഇങ്ങനെ കിടക്കണം നല്ല എനിക്ക് അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് വലിയ അവിടെ വേഗം വലയും കൊണ്ട് അപ്പുറ സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. താഴത്തെ പള്ളിയിൽ പെരുന്നാൾ ആവാറായിട്ടുണ്ടെന്ന്. അയ്യോ സോറി, മാർച്ചിൽ ഏപ്രിലാണ് കണ്ട. എന്തോരം നേരിട്ട് കണ്ടാലും ശരി, ക്യാമറ കൂടി കണ്ടിട്ടാണെങ്കിലും ശരി, നല്ല രസമുണ്ട് ഞങ്ങളെ പുഴ. സോ ബ്യൂട്ടിഫുൾ, ഗിഫ്റ്റഡ് ഫോർ അസ്. ഇനി എവിടെ ഇറേ? വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കണ എന്നെ ഈ പുഴ മുഴുവൻ ഈ നഷ്ടത്തേക്ക് കറക്കാനാണോ ഉദ്ദേശിക്കണേ? വലിയച്ച ഉണ്ട് കാരണം തെന്നി കിടക്കണ കാരണം കൊണ്ട് വീണ് കഴിഞ്ഞ് ഞാൻ നേരെ പറയുന്നത് വീണതാണ്. മണ്ണിലേക്ക് ഇറങ്ങിയ കുഴപ്പമില്ല. ഏതാ? ആ, ഫോളോ മീ, സോറി, ഫോളോ വില്ലിച്ചൻ. ഏതൊക്കെ ഒരു കൊണ്ടുപോയൊക്കെ പോകാമുണ്ടോ? പോട്ടെ പോട്ടെ. അപ്പം ഞാനവിടെ അങ്ങനെ വീഴൂലേ? ഏതിലേ ഒത്തിരി ഒഴുക്ക് കൂടുതലുണ്ടല്ലോ. ഒത്തിരി ഒഴുക്ക് കൂടുതലാണ് കേസ്. അതാണ് വില്ലിച്ചൻ്റെ കാലം തെന്നിപ്പോയത്. ഇന്ന് ഞാൻ വീഴൂല മിക്കവാറും. വീഴുമെന്ന് പറഞ്ഞു തന്നാൽ വീഴും. ഞാൻ നോക്കട്ടെ. ഇവിടെ ഭയങ്കര ഒഴുക്ക് ഇത്രയും ഭാഗത്ത്. വാവ്, എൻ്റെ അമ്മോ, സൂപ്പർ. തീറ്റിട്ട് കൊടുക്കാനാ? എവിടെ ഈ ഇത് ചൂണ്ട കിട്ടിയണല്ലേ? വലയാണെങ്കിൽ അതിൻ്റെ ബാക്കി കൂടി കണ്ടേ. ഇത് ഭയങ്കര കുഴിയാണല്ലോ. ആ, ഇവിടെ അത്യാവശ്യം ആഴമുള്ളൊരു കുഴിയാണ്. ബാക്കി എല്ലായിടത്തും ആഴമില്ല, പക്ഷേ ഇവിടെ നല്ല ആഴമുണ്ട്. അവിടെ കുറച്ച് പേര് വന്ന് ഇരിപ്പുണ്ട്. അവിടെ അവർ വന്ന് പുഴയെ ആസ്വദിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് പേര്, ആർക്കും അറിയില്ല. മുത്തച്ഛനെ ഓടി പോകണേ, ഞാൻ പറയണ്ടേ? അത് ശരി, വണ്ടി കട്ടടിച്ച ഏറ്റാമേ. ഓ, അത് നീർക്കാക്കയാണോ? അല്ലിച്ചാ ആ ഇരിക്കണ നീർക്കാക്കയാണോ? ഏതവിടെ ഒരു കാക്ക ഇരിക്കണണ്ട? ഞങ്ങളോട് കുളിക്കാൻ വന്ന ഓരോ കലവിരുതുകളാണ് കേട്ടോ. അപ്പോൾ ഗെയ്സ്, അപ്പോൾ പുഴയിലെ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞിട്ടില്ല, ഇനിയും സമയമെടുക്കും. എൻ്റെ ഫോണിൻ്റെ ചാർജ് വളരെ കുറവാണ്, കറണ്ട് ഉണ്ടായില്ല വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചെറിയ വ്ളോഗ്, മീൻ വ്ളോഗ് ഇവിടെ നിർത്തുന്നു. വലിച്ച ടാറ്റ പറഞ്ഞേ. ടാറ്റ, ബൈ ബൈ. ബൈ ബൈ, ടാറ്റ, ബൈ ബൈ. ഓക്കെ, നമ്മുടെ മേധയും കൂടി ഉണ്ടാവണ്ടായിരുന്നു അല്ലേ?
ഞങ്ങളുടെ ഒരു വല്യച്ഛൻ്റെ മോൻ്റെ വാവയുണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. അവളും കൂടി വരേണ്ടതായിരുന്നു, അവളെയും കൂടി കൊണ്ടുവരേണ്ടതായിരുന്നു അല്ലേ. അടുത്താണ് കൊണ്ടുവരാൻ. പുഴയിൽ നിന്ന് കയറൂല വന്നു കഴിഞ്ഞാൽ പിന്നെ. എല്ലാവർക്കും ബൈ ബൈ. കൊണ്ടുപോയി കറി വെച്ച് തിന്നട്ടെ. ഓക്കെ, ബൈ ബൈ.